കുളവാഴകൾ നിറഞ്ഞ വേളി കായലിലെ ബോട്ടിംഗ് പൂർണ്ണമായി നിലച്ചതോടെ നിരാശയിലായി ടൂറിസ്റ്റ് വില്ലേജിലെത്തുന്ന സഞ്ചാരികൾ. പായലും കുളവാഴയും മൂടി ബോട്ടിന് സഞ്ചരിക്കാൻ കഴിയാതായതോടെ ഒരു മാസത്തിലധികമായി ബോട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. വേളിക്കായൽ അറബിക്കടലുമായി സംഗമിക്കുന്ന മനോഹരമായ ഇടം. കായലും കടലും ഒന്നിച്ച് കാഴ്ചയുടെ വസന്തമൊരുക്കുന്ന ഇടം. ഈ കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് ഓരോ ദിവസവും വേളി ടൂറിസ്റ്റ് വില്ലേജിലെത്തുന്നത്. കടലിന്റെയും കായലിന്റെയും ഭംഗി ആസ്വദിക്കുന്നതിനപ്പുറം സഞ്ചാരികൾക്കായി വേളിക്കായലിൽ ബോട്ടിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു മാസത്തിലധികമായി ഇവിടെ ബോട്ടിംഗ് നടക്കുന്നില്ല. കാരണം ഇതാണ്. കുളവാഴകൾ വരാറുണ്ട്. അവർ ടെൻഡർ കൊടുത്തിട്ട് കുളവാഴകൾ നീക്കം ചെയ്യാറുണ്ടായിരുന്നു. മുൻപ് കുളവാഴ വാരാനുള്ള ഒരു മെഷീൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വാരി ടെൻഡറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുളവാഴ ഏകദേശം ഒരു മാസത്തോളം അടുപ്പിച്ചാവാറായി ബോട്ടിങ് നിർത്തിയിട്ട്. പക്ഷേ ഇതിനങ്ങ് ഗൗരവമായിട്ട് എടുക്കാത്തതുകൊണ്ട് വരണ ഗസ്റ്റുകളെല്ലാം വരുന്നു, ടിക്കറ്റ് കൗണ്ടറിൽ ചോദിക്കുന്നു, തിരിച്ചു പോകുന്നു. താരതമ്യേന മുമ്പത്തേക്കാൾ ആള് കുറവാണ്. വിദേശത്ത് നിന്നും അന്യസംസ്ഥാനത്ത് നിന്നും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. എന്നാൽ വേനലവധി ആഘോഷിക്കാൻ എത്തുന്നവർക്ക് ബാക്കിയാകുന്നത് നിരാശയോടെയുള്ള മടക്കം മാത്രം. വെക്കേഷൻ സീസണിൽ ഇവിടെ നോക്കണേ, എത്രമാത്രം ആൾക്കാരുണ്ടെന്നറിയൂ. ശരിക്കും ആൾക്കാർ നല്ലൊരു ഇൻകം സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഒരു 3% വേണ്ട. അതിൻ്റെ ഒരു ഭാഗം എടുത്താൽ ഈ കുളവാഴകൾ വൃത്തിയാക്കി നമ്മളെ ടൂറിസം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കാൻ കഴിയും. പക്ഷേ ഭരണാധികാരികളോ ഇപ്പം സ്ഥലം എം എൽ എ വിചാരിച്ചാൽ അത് ചെയ്യാൻ കഴിയും. പക്ഷേ അവർ ആരും ഇതിനെപ്പറ്റി മുന്നോട്ട് വരുന്നുമില്ല. യാതൊരു കാര്യം നടക്കുന്നുമില്ല. ഉൾനാടൻ ജലഗതാഗത വകുപ്പിനാണ് കായലിലെ കുളവാഴകളും പായലും നീക്കാനുള്ള ചുമതല. ഇതിനായി ലക്ഷക്കണക്കിന് രൂപയുടെ കരാർ നൽകുമെങ്കിലും പ്രവൃത്തി ഫലപ്രദമാകാത്ത അവസ്ഥയാണുള്ളതെന്നാണ് ആരോപണം. വേളിക്കായൽ ഇത്തരത്തിൽ കുളവാഴകളാൽ മൂടപ്പെടുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. എന്നാൽ വേളി ടൂറിസ്റ്റ് വില്ലേജിനടക്കം ലക്ഷക്കണക്കിന് രൂപ വരുമാനം നൽകുന്ന ബോട്ട് സർവീസ് നടക്കുന്ന ഈ കായൽ കൃത്യസമയത്ത് വൃത്തിയാക്കാത്തത് അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്. ക്യാമറ പേഴ്സൺ എസ് സനോഷിനൊപ്പം സ്വാന്തര സാജു, മീഡിയ 1, തിരുവനന്തപുരം.